ഒരു ഭക്തന്റെ വേഷത്തിന് തന്നെ ഭഗവാൻ ഇത്ര അനുഗ്രഹം ചൊരിയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഭക്തിയെ നേടിയാൽ ആ ഭഗവാൻ എത്ര അനുഗ്രഹിക്കും. പിന്നെ ആ കള്ളൻ വേഷം അഴിച്ചു വെച്ചില്ല, ഗംഗാതീരത്ത് അങ്ങനെ നാമം ജപിച്ചു കഴിഞ്ഞു എന്നാണ് കഥ. കഥയോ കാര്യമോ? ഇവിടെ ഭഗവാന്റെ തിരുനാമം അത് ഭക്തിയോടുകൂടി ഒരു തവണയെങ്കിലും ജപിക്കാൻ സാധിച്ചാൽ തിരുനാമ വൈഭവത്തെ പറയുന്ന അജാമിള ചരിതമാണ് ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ അനുസ്മരിച്ചു നിർത്തിയത്. പുത്രനെയോർത്ത് ഭഗവാന്റെ തിരുനാമം ജപിച്ചതായ അജാമിളനോട് ഭഗവാൻ ചൊരിഞ്ഞ കാരുണ്യം. ഭഗവാന്റെ നാമമല്ല അജാമിളൻ ജപിച്ചത് എന്നും തന്റെ മകനെ നാരായണ എന്ന് ഭയന്ന മുഹൂർത്തത്തിൽ വിളിച്ചതാണ് എന്നും ആ നാരായണ എന്നുള്ളതായ നാമം പോലും വ്യക്തമായിട്ട് പ്രായാധിക്യം കൊണ്ടും ഭയം കൊണ്ടും പുറത്തേക്ക് ഉച്ചരിച്ചിട്ടില്ല അജാമിളൻ എന്നും നമ്മളെക്കാൾ നന്നായിട്ട് അറിയണ ആള് ഭഗവാൻ തന്നെ. ഭഗവാൻ അറിയാം എന്നെയല്ല അജാമിളൻ വിളിച്ചത്. പക്ഷേ സമ്മതിക്കില്ല ഗുരുവായൂരപ്പൻ. നമ്മളിനി എന്തൊക്കെ തെളിവ് കൊണ്ടുപോയാലും ഭഗവാൻ പറയും എന്നെ തന്നെയാ വിളിച്ചത്, എന്നെ തന്നെയാ വിളിച്ചത്. എന്താ ഭഗവാൻ ഈ അജാമിളനോട് ഇത്ര ഒരു ഭാവം എന്നാണെങ്കിൽ, നമ്മൾ ഈ അജാമിളന്റെ മഹാപാപിയായിട്ടുള്ള ഭാവം മാത്രം കേട്ടാ പോരാ. അജാമിളന്റെ ഒരു പൂർവകാല ചരിതം ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ആ ഒരു പൂർവകാലത്തെ അജാമിളനെ ഭാഗവതം പറയുമ്പോ അവിടെ വേദവിത്ത്, അനസൂയക, മിതവാക്ക്, അച്ഛനമ്മമാരെ, മാതാവിനെയും പിതാവിനെയും ശുശ്രൂഷിക്കുക, അസൂയയില്ലാത്തവൻ, വേദധർമ്മത്തെ അറിഞ്ഞവൻ എന്നൊക്കെ പറഞ്ഞ് ഈ അജാമിളന്റെ അനേകം ഗുണങ്ങൾ പറയുന്നുണ്ട് ഭാഗവതം. അപ്പൊ ഒരു കാലത്ത് ഭക്തിയോടെ ഭഗവാന്റെ നാരായണ നാമത്തെ ജപിച്ച് ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചു വച്ചതിന്റെ ഫലമാണ് പാപത്തിന്റെ പടുകുഴിയിൽ നിന്നും ഒരു നാരായണ നാമജപം കൊണ്ട് അജാമിളന് ചാടിക്കയറാൻ സാധിച്ചത്. അല്ലാതെ എന്ത് മഹാപാപവും ചെയ്യാമെന്നും എന്നിട്ട് അവസാനം ഒരു നാരായണാന്ന് ജപിച്ചാൽ സർട്ടിഫിക്കറ്റ് അപ്പൊ ഒപ്പിട്ട് തരൂ ഗുരുവായൂരപ്പൻ, ഇതല്ല അജാമിള ചരിതം എന്ന് ഓർമ്മിപ്പിക്കുക. ഇവിടെ ഭാഗവതത്തിൽ പറയുന്ന ഒരു രംഗമുണ്ട്. ഗൃണൻ പുത്രോപചാരിതം അജാമിളോവി. മഹാപാപിയായിരിക്കുന്ന ഈ ഒരു അജാമിളൻ തന്റെ പുത്രനെയോർത്തൊരു നാമം ജപിച്ചപ്പോൾ തന്നെ ഇത്ര കാരുണ്യം ഭഗവാൻ ചൊരിയണുണ്ടെങ്കിൽ കിം പുന ശ്രദ്ധയാ ഭക്തിയാ. ശ്രദ്ധയോടെ ഭക്തിയോടെ നാമം ജപിച്ചാൽ എത്ര കാരുണ്യം ചൊരിയും. അജാമിളൻ തന്നെ ചിന്തിക്കുക, കൊച്ചാഹം ഹിതവപ്പാപോ ബ്രഹ്മഘ്നോ നിരപത്രപ കൊച നാരായണേത്യേതൽ ഭഗവൻ നാമമംഗളം. മഹാപാപിയായ ഞാനിവിടെ കിടക്കുന്നു, നാരായണ എന്ന ഭഗവാന്റെ തിരുനാമം ഇവിടെ കിടക്കുന്നു, എന്നിട്ടും ഞാൻ അറിയാണ്ടൊന്ന് ജപിക്കുമ്പോഴേക്കും ഭഗവാൻ കാരുണ്യം ചൊരിഞ്ഞില്ലേ. അപ്പൊ ശരിക്കും ഭക്തിയോടെ ജപിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എത്ര അനുഗ്രഹം ചൊരിയും അല്ലേ. ഭാഗവതത്തിൽ ഇതുപോലെ പല പല സന്ദർഭങ്ങളും കാണാം. പൂതന എന്ന ഘോരരാക്ഷസി കൊല്ലാൻ വേണ്ടിയിട്ട് എന്ന ഭാവത്തിൽ വിഷം കൊടുത്തപ്പോ ആ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു കൃഷ്ണൻ. ഭാഗവതം നമ്മളോട് ചോദിക്കുക, കിം പുന ശ്രദ്ധയാ ഭക്തിയാ കൃഷ്ണായ പരമാത്മനേ യച്ഛൻ പ്രിയതമം കിം നൂരക്താസ്തന്മാതരോ യഥാ.
വിഷം കുടിച്ച് അവൾക്ക് സദ്ഗതിയെ കൊടുത്തു ഭഗവാൻ എന്നുണ്ടെങ്കിൽ ആ കൃഷ്ണൻ ഇഷ്ടപ്പെട്ട വെണ്ണയും പാലും നിവേദിച്ച വൃന്ദാവനവാസികളെ ഇനി ഭഗവാൻ എത്ര ഉയരത്തിലേക്ക് എത്തിക്കും അല്ലേ? നല്ല ഉറക്കം, കണ്ണടച്ചിട്ടേ നല്ല ഉറക്കം. ഇവിടെയല്ല, അമ്പാടിയിലെ കൃഷ്ണൻ ഉറങ്ങണ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചില ആൾക്കാര് വിചാരിച്ചു എന്നെയാണോ പറയണത്? അല്ല, തൊട്ടിലുള്ള കൃഷ്ണൻ അങ്ങനെ കണ്ണടച്ചിട്ട് നല്ല ഉറക്കം. അങ്ങനെ ഉറങ്ങുന്ന സമയത്താണ് പെട്ടെന്നൊരാള് തന്നെ അങ്ങ് എടുക്കുന്നുണ്ട്, മടിയിൽ വെക്കുന്നുണ്ട്, മാറിടത്തിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്, സാരി എടുത്ത് പൊത്തുന്നുണ്ട്. ഒരു നിമിഷം ഭഗവാൻ ചിന്തിച്ചു പോയി ഇത്രേ, എന്ത് ഇങ്ങനെ തന്നെ തൊട്ടിലിൽ നിന്ന് വാരിയെടുത്ത് മാറിടത്തിലേക്ക് ചേർത്ത് പാല് തരുന്ന ഒരാളേ ഉള്ളൂ ഈ ലോകത്ത്. ആര്? തന്റെ അമ്മയായ യശോദ. അറിയാതെ ഒരു നിമിഷം ഭഗവാൻ ആലോചിച്ചു, ഇത് യശോദാമ്മയാണോ? അത്രയും ഉണ്ടായിട്ടുള്ളൂ. അവാപ ജനനിം ഗതിം, യശോദയ്ക്ക് കൊടുക്കാൻ വച്ചൊരു കസേര ഉണ്ടല്ലോ, പൂതന അവിടെ എത്തി. ഭഗവാൻ ഒന്ന് ചിന്തിക്കുമ്പോഴേക്കും. അപ്പോ ആ പൂതനയ്ക്ക് പോലും സദ്ഗതി കൊടുത്ത ഭഗവാൻ ഭക്തിയോടെ നിവേദ്യം കൊടുത്താൽ എത്ര ഉയരത്തിൽ നമ്മൾ എത്തിക്കും. അജാമിളന്, മഹാപാപിയായ അജാമിളന് ഒരു നാമം ജപിച്ചപ്പോ സദ്ഗതി കൊടുത്ത ഭഗവാൻ ആ തിരുനാമത്തെ ഭക്തിയോടെ ജപിക്കുന്ന ഒരു ഭക്തന് എത്ര ഉയരത്തിലേക്കുള്ളതായ എന്തൊക്കെ സദ്ഗതിയെ കൊടുക്കും. ഭാഗവത മാഹാത്മ്യം എന്നുള്ള ഒരു ഭാഗമുണ്ടല്ലോ, എല്ലാ സപ്താഹത്തിന്റെ ഈ ആദ്യത്തെ ദിവസം വൈകുന്നേരം ഈ മാഹാത്മ്യം പറയും. 6 അധ്യായങ്ങളാണ് ഭാഗവത മാഹാത്മ്യത്തിലുള്ളത്. അതില് 6ാമത്തെ അധ്യായത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നടത്താനുള്ള സമ്പ്രദായങ്ങളെ കുറിച്ച്, അതിന്റെ ആചാര്യനാവാൻ, ഭഗവാന്റെ കഥ പറയാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? ഭാഗവത ആചാര്യനാവാനുള്ള യോഗ്യതകൾ എന്തൊക്കെ ഗുണങ്ങൾ വേണം ഒരു ആചാര്യനാണെന്ന് ആ ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ ആരും വായിച്ചു നോക്കരുതേ അല്ലേ? ആ ഒരു അധ്യായം വായിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നാൽ നിങ്ങൾക്ക് ആകെപ്പാടെ ടെൻഷൻ ആവും. എന്തേ, അയ്യോ ഇയാൾക്ക് ആ ഗുണമൊന്നുമില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ നിങ്ങൾ ചിരിക്കണ്ട, ആ അധ്യായത്തില് ഭാഗവത ശ്രോതാക്കളാവാനുള്ള ഗുണവും പറയുന്നുണ്ട്. വായിക്കുമ്പോ അതും കൂടെ വായിച്ചാൽ മതി. അപ്പൊ ഭാഗവത ശ്രോതാവാനുള്ള ഗുണവും പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ഭാഗവത ശ്രോതാക്കളുടെ ഗുണമൊക്കെ നോക്കിയാൽ ഒരെണ്ണത്തിന് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ അധികാരം ഉണ്ടാവില്ല, പറയാൻ എനിക്കും അധികാരം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ? ഈ പറഞ്ഞ ഒരു യോഗ്യതകളും ഇല്ലാതെ തന്നെ ഭാഗവതം പറയുമ്പോൾ, ഭാഗവതം കേൾക്കുമ്പോൾ നമുക്ക് ഇത്ര ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ, ഈ യോഗ്യതകളൊക്കെ തികഞ്ഞ ശുഖബ്രഹ്മ ഋഷിയുടെ ഭാഗവത കഥ കേൾക്കുമ്പോൾ പരീക്ഷത്തിന് എത്ര ആനന്ദം കിട്ടിയിട്ടുണ്ടാവും. നാളെ മറ്റന്നാള് നമുക്ക് കേൾക്കാം പരീക്ഷിത്ത് പറയാ, എന്തിനാ ഗുരുനാഥ കൃഷ്ണാവതാരം ഇങ്ങനെ ചുരുക്കി പറഞ്ഞത്? വിസ്തരിച്ചു പറയൂ, എനിക്ക് വിശപ്പില്ല, എനിക്ക് ദാഹമില്ല എന്നൊക്കെ. ഞാൻ 4-5 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന പരീക്ഷിത്ത് എനിക്ക് ഭഗവാന്റെ കഥ കേൾക്കുമ്പോ വിശപ്പോ ദാഹമോ അറിയണില്ല എന്ന് പറയുമ്പോ ചിലപ്പോ 2 മണി കഴിഞ്ഞ് തുടങ്ങിയിട്ട് ഇപ്പൊ തന്നെ 4 മണിയാവാൻ ഇനി എത്ര സമയമുണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് ചിലപ്പോ വിഷമം തോന്നും. ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുമോ ഭാഗവതം? ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുമോ ഭാഗവതം എന്ന് തോന്നും. പക്ഷെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാ മതി, ഒരു യോഗ്യതയുമില്ലാത്ത നമുക്ക് ഭഗവാന്റെ കഥ ഇത്ര ആനന്ദം തരുന്നുണ്ടെങ്കിൽ, ആ യോഗ്യതകളെല്ലാം തികഞ്ഞ ഒരാൾക്ക്, ഒരു പരമഹംസ ഭാവത്തിലേക്ക് എത്തിയാൾക്ക് ഭാഗവതം പാടുമ്പോ കിട്ടുന്ന, ഭാഗവതം കേൾക്കുമ്പോ കിട്ടുന്ന ആനന്ദം എത്രയായിരിക്കും? ഇവിടെ അല്ലേ, പണ്ട് ഒരു കള്ളൻ ഒരു വീടിന്റെ തട്ടുംപുറത്ത് കയറി ഒളിച്ചു കക്കാൻ വേണ്ടിയിട്ട്.
വലിയ കോടീശ്വരന്റെ വീട് സെലക്ട് ചെയ്തിട്ട് കയറിയതാ. തട്ടിന്റെ മുകളിൽ കയറി ഒളിച്ചു. ഇവരുറങ്ങണ്ടേ, എന്നാലല്ലേ തന്റെ പരിപാടി ആരംഭിക്കാൻ പറ്റൂ. കോടീശ്വരനും ഭാര്യയും വന്ന് ബെഡ്റൂമിൽ കയറി. പക്ഷെ രണ്ടാളും ഉറങ്ങല്ല. പിന്നെയോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. കള്ളൻ ഇങ്ങനെ വേറെ പണിയൊന്നുമില്ലല്ലോ, വർത്തമാനം കേട്ടോണ്ട് നിൽക്കുക. അപ്പൊ എന്താ ഇവര് പറയണതെന്ന് വെച്ചാൽ, ഈ ഭാര്യ ഭർത്താവിനോട് പറയാണ്, നിങ്ങൾ എന്താ മനുഷ്യ ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ട്? എന്തേ, നമ്മളുടെ മകൾക്ക് വിവാഹപ്രായം കഴിഞ്ഞു, നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കണ്ടേ, നിങ്ങൾ ഇങ്ങനെ നടന്നാ മതിയോന്നൊക്കെ ഭാര്യ ഉപദേശിക്കുമ്പോ ഇയാള് ആ ഭാര്യയോട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോ ആലോചിച്ചതേ ഉള്ളൂ. എന്നിട്ട് ഇദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, നമ്മൾക്ക് ഉള്ള സകല സ്വത്തും സമ്പത്തും മുഴുവൻ ഈ മകൾക്ക് അവകാശപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിക്കുന്നത് വലിയ കോടീശ്വരനാവണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഞാൻ വലിയ ഭക്തനാ. അതുകൊണ്ട് എന്റെ മകളെ വിവാഹം കഴിക്കണത് നല്ല ഭക്തിയുള്ള ഒരാളാവണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. സമ്പത്തൊന്നും വേണ്ട, ഈ സമ്പത്തൊക്കെ അയാൾക്കും കൂടിയല്ലേ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാളെ മകളെയും കൂട്ടി ഗംഗാതീരത്തേക്കൊന്ന് പോവാം. ഗംഗാതീരത്ത് ഭക്തന്മാര് കുറെ ഉണ്ടാവുമല്ലോ. അപ്പൊ ചെറുപ്പക്കാരായ ഏതെങ്കിലും ഒരു ഭക്തനെ കണ്ടാൽ ഇവളെ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാം. അപ്പൊ ഗംഗാതീരത്ത് ചെന്ന് അവിടെ നല്ലൊരു ഭക്തനെ കണ്ടാൽ എന്റെ മകളെ കൊടുക്കാം. ഇത് കേട്ടു ആര് തട്ടും പുറത്തിരിക്കണ കള്ളൻ. കള്ളൻ ആലോചിച്ചു, കിട്ടിയാൽ ഒരു ലോട്ടറി. നാളെ ഗംഗാതീരത്ത് ഞാൻ പോയി ഭസ്മൊക്കെ തൊട്ടിരുന്നിട്ട് ഇയാൾക്കോ മറ്റോ എന്നെ ഇഷ്ടപ്പെട്ടാൽ, മകളെയോ മറ്റോ കല്യാണം കഴിപ്പിച്ച് തന്നാൽ പിന്നെ ജീവിതത്തിൽ തനിക്ക് കക്കണ്ട ആവശ്യമില്ല. കള്ളൻ എന്ത് ചെയ്തു? പതുക്കെ കയറി അതേ സ്ഥലത്തു കൂടി പുറത്തേക്ക് ഇറങ്ങി ഓടവിടെ തന്നെ വെച്ച് ആ രാത്രി തന്നെ ഏതോ ഒരു നാടക കമ്പനിക്കാരെ പോയി കണ്ട് മേക്കപ്പ് മാന്റെ വീട് അന്വേഷിച്ച് അവിടെ പോയി അയാളെ കൊണ്ട് നല്ല ഒരു സന്യാസിയുടെ വേഷമൊക്കെ കെട്ടിച്ചു. പടപട ഭസ്മൊക്കെ തൊട്ട് താടിയൊക്കെ വെച്ച് കാവ്യമുണ്ടും രുദ്രാക്ഷമാലയൊക്കെ ധരിച്ച് ഓടി ഗംഗാതീരത്തേക്ക്. എന്നിട്ടോ ആ ഗംഗാതീരത്ത് ഇങ്ങനെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടുത്തെ ആദ്യത്തെ മരത്തിന്റെ ചോട്ടിൽ സീറ്റ് പിടിച്ചു. കാരണം എന്താ വെച്ചാൽ ഇറങ്ങുമ്പോ തന്നെ കാണണം. എന്താ വെച്ചാൽ അപ്പുറത്തൊക്കെ ഒറിജിനൽ ഭക്തന്മാരുണ്ട്, അവരെ കണ്ടാൽ ചിലപ്പോ തനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലോ. അങ്ങനെ ഇയാള് ഈ മരത്തിന്റെ ചോട്ടിൽ ഈ പെരുങ്കള്ളൻ കണ്ണുമടച്ച് ഭക്തന്റെ വേഷവും കെട്ടിയിരിക്കുക. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കോടീശ്വരൻ മകളെയും കൂട്ടി വന്നു. കാറിന്റെ ഡോറ് തുറക്കുമ്പോ തന്നെ കണ്ടത് അതിചൈതന്യമുള്ള ഒരു സന്യാസി, ഒരു ഭക്തൻ ഇരിക്കുക. ആദ്യ ദർശനത്തിൽ തന്നെ ഇയാൾക്ക് വലിയ ബഹുമാനം തോന്നി. ഈ കോടീശ്വരനും മകളും വന്നിട്ട് കള്ളൻ ഇങ്ങനെ ഒരു കണ്ണ് തുറന്ന് ചെറുങ്ങനെ നോക്കണുണ്ട്, എന്താ ഇയാള് ചെയ്യണതെന്ന്. നോക്കുമ്പോ തന്റെ മുൻപിലേക്ക് തൊഴുതു വരിക രണ്ടാള്. ഇത് കണ്ടപ്പോ തന്നെ കള്ളൻ ആശ്ചര്യായി, തന്നെ ഒരാള് തൊഴുക എന്നു മാത്രല്ല, ഈ കോടീശ്വരൻ വന്ന് ഈ കള്ളന്റെ കാലിലങ്ങ് നമസ്കരിച്ചു. കോടീശ്വരനായ അയാള് തന്റെ കാലിൽ നമസ്കരിക്കുന്നത് കണ്ടപ്പോ തന്നെ ഈ കള്ളന് തോന്നി, തരക്കേടില്ലല്ലോ ഈ വേഷം അല്ലേ. ഒരു കാവി പുതച്ച് ഒരു ഭസ്മം തൊടുമ്പോഴേക്ക് ഇയാൾ എന്നെ വന്ന് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ഈ വേഷം മോശമല്ല. എന്നിട്ട് പറഞ്ഞു, ഹേ മഹാത്മാവേ, അങ്ങ് ആരാണെന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും അങ്ങയെ കണ്ടപ്പോ എനിക്കൊരു പരമഭക്തനെ പോലെ തോന്നുന്നു. സർവതരത്തിലും എന്റെ ഏക മകളാണ് ഇവള്. എന്റെ എല്ലാ സ്വത്തിനും സമ്പത്തിനും അവകാശിയായ ഇവളെ ഞാൻ അങ്ങയ്ക്ക് കല്യാണം കഴിച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, സമ്മതാണോ എന്ന് ചോദിച്ചു. ഇവളെ കല്യാണം കഴിക്കാൻ സമ്മതാണോ എന്ന് ചോദിച്ചു. കള്ളൻ എന്തു പറയും? സമ്മതാണ് എന്ന് പറയും. അങ്ങനെ നിങ്ങൾ പറയണ പോലെ കഥ പറയാനാണെങ്കിൽ ഞാൻ വരണോ? ഇവിടെയാണ് ട്വിസ്റ്റ്. കള്ളൻ പറഞ്ഞു സമ്മതല്ല എന്ന് പറഞ്ഞു. കാരണം ഈ ഒരു നിമിഷം കൊണ്ട് ഈ കള്ളന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായി ഇത്രേ, താൻ യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തനൊന്നുമല്ല, ഒരു കള്ളനാ. അങ്ങനെ പെരുങ്കള്ളനായ ഞാൻ ഉള്ളിലൊരു ഭക്തിയുമില്ലാതെ ഭക്തന്റെ ഒരു വേഷം കെട്ടുമ്പോഴേക്ക് തന്നെ ഭഗവാൻ ഇത്രയും സമ്പത്ത് തനിക്ക് തരുന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഭക്തി നേടിയാൽ
ഭഗവാൻ എത്ര അനുഗ്രഹിക്കും അല്ലേ? ഒരു ഭക്തന്റെ വേഷത്തിന് തന്നെ ഭഗവാൻ ഇത്ര അനുഗ്രഹം ചൊരിയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഭക്തിയെ നേടിയാൽ ആ ഭഗവാൻ എത്ര അനുഗ്രഹിക്കും. പിന്നെ ആ കള്ളൻ വേഷം അഴിച്ചു വെച്ചില്ല, ഗംഗാതീരത്ത് അങ്ങനെ നാമം ജപിച്ചു കഴിഞ്ഞു എന്നാണ് കഥ. കഥയോ കാര്യമോ? ഇവിടെ ഭഗവാന്റെ തിരുനാമം അത് ഭക്തിയോടുകൂടി ഒരു തവണയെങ്കിലും ജപിക്കാൻ സാധിച്ചാൽ അതിന്റെ ഫലം നശിക്കുന്നതല്ല എന്ന് അജാമിള ചരിത്രത്തിൽ കൂടി ഓർമ്മിപ്പിച്ചു ഭാഗവതം.